ഇവിടുത്തെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു ചുറ്റുപാടും ഇല്ല, ആർക്കും ഒരു പ്രശ്നമില്ല. പോകണ്ടായിരുന്നു. അവർക്ക് നമ്മളോട് എന്തോ വെറുപ്പുള്ള പോലെ. അവരുടെ അവസ്ഥ അതല്ലേ. ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ. അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത്. എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത്. അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം. അന്ന് ജനു മരിച്ച അവസരത്തിൽ അതൊരു ആത്മഹത്യയല്ല, ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. കൊന്ന ശേഷവും? അതെങ്ങനെ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവരാകെ കൺഫ്യൂഷനിലാണെന്ന്. ഏതോ ഒരു പത്രത്തിൽ അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു. പിന്നെ അതേപ്പറ്റിയൊന്നും കേട്ടില്ല. റെയിൽവേ ട്രാക്കിലാവുമ്പോ ഇല്ല, അത് ആത്മഹത്യനായിരിക്കും. അതെ, ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ്. ചായ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടുത്ത ബന്ധുവാ. സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സദാനന്ദൻ? PS നെന്മാറ, ചെറിയ വക്കീല്. അവൻ എന്നെ ഭയങ്കര പേടിയാ. എന്നോട് ചോദിക്കാതെ ഈ പടി കിടക്കൂല. ഇപ്പൊ എവിടേക്കാ പടികടന്ന് പോയത്? ഇപ്പൊ പടിയർന്നു പോയത് സ്ഥലം ഞാൻ ചോദിച്ചില്ല. ആ കൊലപ്പുള്ളിയായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും. കേസ് വാദിക്കേ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു കൊലപ്പുള്ളി എങ്ങനെ കൂടെ കൊണ്ടിറക്കാന്ന് പറഞ്ഞാൽ അയാൾ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ. എന്താ അവാർഡ്? ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ. അപ്പം പറഞ്ഞു മനസ്സിലായില്ലേ, പുള്ളിയുള്ള കൊല പഴുപ്പിക്കാൻ പറ്റില്ല.